നിങ്ങൾക്കറിയാം, ഞാനൊരു മുസ്ലിമായിട്ടാണ് ജനിച്ചതെങ്കിലും ഇസ്ലാം എന്തെന്നറിയാതെയാണ് ഞാൻ വളർന്നത്. 94-95 കാലഘട്ടത്തിലാണ് ഞാൻ ഇസ്ലാമിലേക്ക് യഥാർത്ഥത്തിൽ വരുന്നത്. അങ്ങനെ കേരളത്തിലെല്ലാം ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളുടെ മനസ്സുകളിൽ ഒരു സംഘർഷമുണ്ടാകും. വെള്ളിയാഴ്ചകളിൽ ഖുതുബ ശ്രവിക്കാൻ ഏത് മസ്ജിദിലാണ് പോകേണ്ടത്? ഒരു നല്ല മുസ്ലിമായി ജീവിക്കാനും ഒരു നല്ല മുസ്ലിമായി മരിക്കാനും ഒരു സംഘടനയുടെയും അംഗത്വം അനിവാര്യമല്ല. എന്നാൽ വെള്ളിയാഴ്ചകളിൽ ഖുതുബ നാം ശ്രവിക്കുമ്പോൾ അത് ഖുർആനിക പ്രവാചക കൽപ്പനകൾക്ക് അനുസൃതമായിട്ടാണോ എന്ന് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനും പരിശോധിച്ചു സംഘടനകളെ സംബന്ധിച്ച്. അന്ന് കേനം പിളർന്നിട്ടില്ല. കേരളത്തിൽ 4 പ്രധാന പ്രസ്ഥാനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. മഹാഭൂരിപക്ഷം കേരളത്തിലെ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 2 പ്രസ്ഥാനങ്ങൾ. അതൊന്നായിരുന്നു, പിന്നീട് പിളർന്നതാണ്. ഈ 2 പ്രസ്ഥാനങ്ങളും വ്യക്തമായി ശിർക്കിനെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവയായതുകൊണ്ട് ഈ 2 പ്രസ്ഥാനങ്ങളിലേക്ക് ചേരുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് മറ്റു 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് കേനമും മറ്റൊരു പ്രസ്ഥാനവും. ഈ 2 പ്രസ്ഥാനങ്ങളും വ്യക്തമായി ശിർക്കിനെ എതിർക്കുന്നവയായതുകൊണ്ട് ഇവ തമ്മിലുള്ള ആദർശ വ്യത്യാസങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് പുല്ലേപ്പടി മസ്ജിദാണ്, ബാബു സെട്ടെല്ലാമുള്ള പുല്ലേപ്പടി മസ്ജിദ്. അവർ കേനമുമായി അടുത്തവരായതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് കേനം പ്രവർത്തകരായിട്ടും നേതൃത്വത്തിലുള്ളവരുമായി അടുത്തു. പലപ്പോഴും കേനമിൻ്റെ നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകരും ഈ 2 പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള ആദർശ വ്യത്യാസം പഠിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പഠിച്ചിട്ടില്ല. 1-2 പ്രഭാഷണങ്ങളിൽ ഞാൻ 1-2 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചാവക്കാട് ഒരു മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ചോദ്യോത്തര വേളയിൽ സദസ്സിൽ നിന്നും ഒരു സാധാരണക്കാരനെ പോലെ മഹാനായ ഉമ്മർ മൗലവി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൈക്ക് യാചിക്കുകയാണ്, കോഡ്ലെസ് മൈക്ക്. അവസാനം കിട്ടിയപ്പോൾ എന്നോട് ചോദിച്ചു, മേത്തർ, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദിൻ്റെ അടിത്തറയുണ്ടല്ലോ, ഫാത്തിഹയിൽ 5-ാം വചനം. അതിന് കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് നൽകുന്നത്. ഇവിടുത്തെ 2 പ്രസ്ഥാനക്കാർ പറയുന്നത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കാമെന്നും ഖബറാരാധന നടത്താമെന്നും മരിച്ചവരോട് പ്രാർത്ഥിക്കാമെന്നുമെല്ലാമാണ്. കേനം പറയുന്നത് അവിടെ ആരാധന ഇബാദത്തിന് അനുസരണ എന്നർത്ഥം മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റൊരു പ്രസ്ഥാനം പറയുന്നത് ആരാധനക്കൊപ്പം അനുസരണയുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിച്ചാൽ അത് ശിർക്കാണ്, നാം നരകത്തിൽ പോകും. അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും അനുസരിച്ചാൽ നാം നരകത്തിൽ പോകും. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ ആരെയും അനുസരിക്കരുത് എന്നാണ് ആ പ്രസ്ഥാനക്കാർ പറയുന്നത്. ഇതിലേതാണ് മേത്തർ ശരി? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ കാൽനടയായും വാഹനത്തിലും സഞ്ചരിച്ചു പട്ടിണി കിടന്നു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ്റെ യഥാർത്ഥ അർത്ഥം കേരളത്തിലെ മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് പ്രവർത്തിച്ച മഹാനായ മനുഷ്യനാണ്. സാധാരണക്കാരനെ പോലെ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാഞ്ഞിട്ടല്ല, സദസ്സിനെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ ആ സംഘാടകർ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് വിട്ടു തന്നത്. അവർ വ്യക്തമായൊരു വ്യവസ്ഥ വെച്ച് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യരുത്. കൂടാതെ ഞാൻ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാറുമില്ല. അതുകൊണ്ട് മഹാനായ ഉമർ മൗലവിയുടെ മനസ്സ് നൊമ്പരപ്പെടുത്താതെ ഞാൻ പറഞ്ഞു, ബൈബിളിൽ യോഹന്നാൻ പ്രവാചകൻ യേശുവിനെ സംബന്ധിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. യേശുവിൻ്റെ പാദങ്ങളിൽ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വാറഴിക്കാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്ന്. അതുപോലെ മഹാനായ ഉമർ മൗലവിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള പാണ്ഡിത്യമോ കെൽപ്പോ അറിവോ കഴിവോ എനിക്കില്ല. ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ലെങ്കിലും മനസ്സ് നൊമ്പരപ്പെടാതെ അദ്ദേഹം ഇരുന്നു. പിന്നീട് 1-2 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വന്നപ്പോൾ പട്ടാളം പള്ളിയിൽ ഞാൻ മഗ്‌രിബ് നമസ്കരിക്കാൻ കയറി. നമസ്കരിച്ച് പുറത്തേക്ക് വരുന്നതിനിടയ്ക്ക് അവിടെ ഉമർ മൗലവി കുറച്ച് ആളുകളും ഇരിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ചാടി എഴുന്നിട്ട് ഞാൻ ഓടി ഉമർ മൗലവിയുടെ അടുത്തോട്ട് ചെന്നതാണ്. ഒരു നോട്ടീസ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു എന്നോടൊന്ന് വായിക്കണമെന്നതാണ്. ഇവിടെ അനുസരണ എന്ന അർത്ഥമില്ലാത്തതാണ് ആ നോട്ടീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഞാനിത് വായിച്ചിട്ട് ഉമർ മൗലവിയോട് പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി വിജയിച്ച മട്ടിൽ ഉമർ മൗലവി പറഞ്ഞു, ഈ മേത്തറുണ്ടല്ലോ, രഹസ്യമായി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പരസ്യമായി എന്നെ കൈയൊഴിയുകയും ചെയ്യും. ചാവക്കാട് വെച്ച് ഞാൻ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയതിന് മധുരമായൊരു പ്രതികാരമാണ് അദ്ദേഹം ചെയ്തത്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഈ അർത്ഥം പഠിച്ചില്ല. ഒരിക്കൽ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു അടുത്ത ബന്ധു വന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വിശദീകരിക്കണം, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയൊരു സംവാദം നടത്തണം. അങ്ങനെ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ചു.
KNMന്റെ പല പ്രഭാഷകരുടെയും പ്രഭാഷണങ്ങൾ ഞാൻ ശ്രവിച്ചു. അവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഇബാദത്തിന് ആരാധന എന്നർത്ഥം മാത്രമേ ഉള്ളൂ. അനുസരണ എന്നർത്ഥം നൽകിയാൽ അത് ഭീകരതയിലേക്കും തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും ദേശവിരുദ്ധ നിലപാടുകളിലേക്കും നമ്മെ കൊണ്ടുപോകും. ഈസാ നബി അലൈഹിസ്സലാമെ ആരാധിക്കുന്നത് തിന്മയാണ്, അനുസരിക്കുന്നത് നന്മയാണ്. അപ്പോൾ ആരാധനയും അനുസരണയും ഒന്നാകുകയില്ല. അതുമാത്രമല്ല, ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും ഒരു മുസ്ലിമിനോടും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല. ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും മുസ്ലിങ്ങളോട് മദ്യപിക്കണമെന്നും വ്യഭിചരിക്കണമെന്നും സ്വവർഗരീതിയിൽ ഏർപ്പെടണമെന്നും അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്തണമെന്നും കൃത്രിമക്ഷാമം ഉണ്ടാക്കണമെന്നും അങ്ങനെ പല തിന്മകൾ ചെയ്യണമെന്നും നിർബന്ധിക്കുന്നില്ല. ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും ഒരു മുസ്ലിമിനോട് നമസ്കരിക്കരുതെന്നും മസ്ജിദുകളിൽ പോകരുതെന്നും അതുപോലെ തന്നെ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറരുതെന്നും അങ്ങനെ നന്മകൾ മുസ്ലിങ്ങൾ ചെയ്യരുതെന്നൊന്നും ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും നിർദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഭാരതത്തിലെ ഭരണഘടനയും നിയമങ്ങളും ഒരു മുസ്ലിം അനുസരിച്ചാൽ അതിൽ ശിർക്കില്ല, അനുസരിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന യാഥാർത്ഥ്യം അരനൂറ്റാണ്ടിന് മുൻപ് കേരള ജനതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും വർഗീയതയ്ക്കെതിരെയും ദേശവിരുദ്ധ നിലപാടുകൾക്കെതിരെയും ശക്തമായി സംസാരിച്ചൊരു പ്രസ്ഥാനത്തിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ടാണ് ഈ നുണപ്രചരണങ്ങൾ നടത്തുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്.